നമോ നമ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് 5-ാമത്തെ ശ്ലോകമാണ്. ദൃഷ്ടകേതു ചേകിതാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുങ്കവാ എന്നുള്ള ശ്ലോകമാണ് പറഞ്ഞത്. അത് കേൾക്കുമ്പോഴുള്ള അർത്ഥമൊന്നുമല്ല എന്ന് നേരത്തെ ഇതുവരെയുള്ള ആദ്യം തൊട്ടുള്ള ഈ 5 ശ്ലോകങ്ങൾ വായിച്ചപ്പോഴും നമുക്ക് ഓരോന്നിനും ആ കണ്ടിന്യൂറ്റി, അതിൻ്റെ ഈ സാധാരണ നിലയിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗഹനമായ അർത്ഥങ്ങളെ ഒക്കെ മനസ്സിലായി വരുംതോറും ഇതിൻ്റെ അർത്ഥം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങളെ മനസ്സിലാകാൻ തുടങ്ങും. എന്നുവെച്ചാൽ അതിൻ്റെ ആ ഘടന, ഇതുവരെ ഉണ്ടായിരുന്നതിൻ്റെ ആ ചേർച്ച, ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ മറിച്ച് ഒരു അർത്ഥം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ചിന്തിക്കും. ഇപ്പൊ ഇവിടെ തന്നെ ദൃഷ്ടകേതു ചേകിതാന എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകളുടെ പേര് എന്ന് മാത്രമേ നമ്മൾ ഇതുവരെ ഏതൊരു ഗ്രന്ഥം പഠിച്ചാലും നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇത് ഓരോരോ സമയത്ത് ആ ദർശനം കിട്ടുന്ന ആളുകൾ പറഞ്ഞുകൊള്ളും എന്ന് വിശ്വസിച്ചുകൊണ്ട് മാത്രം, എന്ന് പറഞ്ഞാൽ ഗഹനമായ കാര്യങ്ങളെ അനർഹരായിട്ടുള്ളവരുടെ ആ ബുദ്ധിയിലേക്ക് ഇട്ടുകൊടുത്താൽ ഗുണത്തിനു പകരം ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ പൂർവസൂരികളായിട്ടുള്ള ഋഷിവര്യന്മാര് എന്ത് ചെയ്തിട്ടുള്ളത്? ഗുപ്തമായിട്ട് വെച്ചത്. ഇപ്പം അണുശക്തിയുടെ കണ്ടുപിടുത്തം ഉണ്ടായി. അണുശക്തിയുടെ കണ്ടുപിടുത്തം ഉണ്ടായപ്പോൾ എന്തു പറ്റി? അത് മനുഷ്യരാശിക്ക് ഏറ്റവും ഉപകരിക്കാൻ പറ്റിയ ഒരു കണ്ടുപിടുത്തമാണ്. കണ്ടുപിടിക്കുന്നയാളുടെ ബുദ്ധി നല്ലോണം ഇല്ലാത്ത ഒരാൾക്ക് കണ്ടുപിടിക്കാനും പറ്റുകയില്ല. പക്ഷേ ഈ കണ്ടുപിടിക്കുന്നയാള് ഇതിന്റെ ആ ശക്തി പകർന്നു കൊടുത്തത് എങ്ങോട്ടായിരുന്നു? അതിന് യോഗ്യതയില്ലാത്ത ബുദ്ധിമാന്മാരുടെ കയ്യിലേക്കാണ്. ബുദ്ധി ഉണ്ട് എന്ന് വിചാരിച്ചത് കൊണ്ട് ആള് ഏറ്റവും നല്ലയാളാണ് എന്നർത്ഥമില്ല. ബുദ്ധിയെ ശരിയായിട്ടുള്ള പാതയിൽ സഞ്ചരിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനെ അതിൻ്റെ അകത്ത് നഖമേ നിലകൊണ്ട് അതാത് ചുവടുകൾ ആ മരുതെന്ന് തിരിച്ചടിയന് കാട്ടിത്തരുവോൻ അവിടുന്ന് എന്ന് പറയുന്നത് പോലെ നമ്മളുടെ എല്ലാ കഴിവുകളെയും, ബുദ്ധിയെയും, അഹങ്കാരത്തെയും, അതുപോലെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന നമുക്കറിയുന്നതും അറിയില്ലാത്തതുമായിട്ടുള്ള എല്ലാ കഴിവുകളെയും നിയന്ത്രിക്കാൻ ഉള്ളിന്റെ ഉള്ളിലായിട്ട് ആ മധ്യസ്ഥാനത്ത് നിന്ന് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ശൂന്യാവസ്ഥയിലുള്ള ഒരു സത്ത ഉണ്ട്. അതെങ്ങനെയാണ്? നമ്മളെ സംബന്ധിച്ച് അത് ശൂന്യമാണെങ്കിൽ പോലും അതാണ് എല്ലാത്തിൻ്റെയും നിയന്ത്രാതാവായിട്ട് നിൽക്കുന്നത്. അതാണ് വാസ്തവത്തിൽ ഞാൻ എന്നാണ് ഈ പറഞ്ഞുകൊണ്ട് വന്നത് മുഴുവൻ. അതിനകത്തേക്ക് മുഴുവൻ ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ എന്നിൽ നിന്ന് എങ്ങനെ പിരിഞ്ഞു, ആ ഞാൻ എങ്ങനെ പിരിഞ്ഞ് ഞാനൊന്നും എന്റെ എന്നും കണ്ട് എങ്ങനെ തുടങ്ങി എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് തന്നെ. പക്ഷെ ആ എന്നെ തിരിച്ചറിയാൻ പറ്റാതെ സൃഷ്ടികൾ കടന്ന് കാണിക്കുന്ന കോലാഹലങ്ങളെ മുഴുവനാണ് ഇവിടെ ജീവിതം എന്ന നിലയ്ക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ നമ്മളെല്ലാം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാലും ഞാൻ അനുഭവിക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? എന്റെ സൃഷ്ടികൾ. എന്റെ സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന അവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ ഇത് അനുഭവവും, ഞാൻ എന്ന് ചിന്തിക്കുമ്പോൾ ഇത് എന്റെ സൃഷ്ടികൾ എന്ന് പറയുന്നത് എന്റെ സ്വപ്നം എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എന്റെ സ്വപ്നത്തിൽ ഞാൻ അനുഭവിക്കുകയാണ്.
ഞാൻ അനുഭവിക്കുന്നത് വാസ്തവത്തിൽ എന്റെ സൃഷ്ടികൾ എനിക്കെതിരായിട്ടോ എനിക്ക് യോജിച്ചോ വിധത്തിലോ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല സ്വപ്നത്തിൽ. പക്ഷെ നമ്മൾ അവരെന്നെ ഉപദ്രവിക്കാനോ സഹായിക്കാനോ ഒക്കെ വരുന്നു എന്നാണ് കാണുന്നത്. അത് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നതും. അതുകൊണ്ട് അവിടെ സ്വപ്നം കാണുമ്പോൾ ആയിരക്കണക്കിന് സമാന സൃഷ്ടികളും കോടാനുകോടിക്കണക്കിന് നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത വിധത്തിലുള്ള സൃഷ്ടികളും ഒക്കെ സൃഷ്ടിച്ചിട്ടാണ് 1 മിനിറ്റോ 2 മിനിറ്റോ ആയിട്ട് കാണുന്ന സ്വപ്നങ്ങൾ പോലും നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷേ അതെന്താണ് അനുഭവം ദുരനുഭവമായിട്ട് മാറുന്നത്? നമുക്ക് ഈ ജീവിതം ഒരു ജീവിത സമരമായിട്ട് മാറാൻ കാര്യം എന്താണ്? നമ്മളാണ് ഇതിന്റെ സൃഷ്ടികർത്താവ് എന്നുള്ളത് മറന്നുപോകുന്നു എന്നുള്ളതാണ്. സ്വപ്നത്തെ സൃഷ്ടിച്ചത് അവരവർ എന്നൊന്നുമില്ല, ഞാൻ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ശീലിച്ചുകൊണ്ട് പറയണം, അവരവരാൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ കഥയിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ട് ആ കഥയിലെ ഒരു കഥാപാത്രമായി മാറി നമ്മളുടെ തലവിധി ഇങ്ങനെയാണ്, എൻ്റെ ആ വിധി ഇങ്ങനെയാ, ഇതൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവനാണ്, ഇതിനെ എങ്ങനെയെങ്കിലും നമ്മൾക്ക് ജയിക്കണം എന്നൊക്കെ ഉള്ള ആ അബദ്ധധാരണകളിൽപ്പെട്ട് ആസ്വദിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഈ പ്രപഞ്ചത്തെ ഞാൻ വെറുമൊരു അനുഭവിയുടെ സ്ഥാനത്ത് നിന്ന് ദുർബലനായി നമ്മളെ സ്വയം കണ്ട് അത് ഒരു പീഡാനുഭവം പോലെ കണ്ട് അതിനെ എതിർത്തു തോൽപ്പിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ജീവിതം പോകുന്നത്. എന്നാൽ അങ്ങനെയല്ല, തിരിച്ചറിവുണ്ടായി കഴിയുമ്പോൾ ഞാനാണ് ഇതിന്റെ എല്ലാം നിയന്താതാവ് എന്ന് കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ പരമാനന്ദത്തെ നേടുന്നതിനായിട്ടാണ് ഈ ഗുപ്തമായിട്ട് വച്ചിരിക്കുന്ന ഈ അറിവുകൾ ഉപയോഗപ്രദമാകുന്നത്. അപ്പോൾ ഇവിടെ ആ ധൃഷ്ടകേതു ഏകിത അന ക അശിര വീരവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുങ്കവാ എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വൈവിധ്യങ്ങളായിട്ട് കാണുന്ന ഈ പ്രപഞ്ചാനുഭവങ്ങളെ, ഈ പ്രപഞ്ച സൃഷ്ടികളിലെ ആ വൈവിധ്യങ്ങൾ മുഴുവൻ എന്താണ്? അത് ത്രിമൂർത്തികൾ ആയിട്ട് പിരിഞ്ഞ് അത് പിന്നെ പിരിഞ്ഞ ആ ത്രിമൂർത്തികളും ചേർന്ന എന്താണ് ത്രിമൂർത്തികൾ? ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന ആ 3 ഡിവിഷന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ അനന്തകോടി സൃഷ്ടികൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൃഷ്ടികളെ എന്ന് പറയുന്നത് എന്താണ്? സൃഷ്ടികളിലേക്ക് വരുമ്പോഴത്തേക്കും അത് നമുക്ക് അനുഭവ പ്രപഞ്ചമായി മാറിയിരിക്കുകയാണ്. എങ്ങനെ അനുഭവം? ഇന്ദ്രിയഗോചരത്വത്തോട് കൂടിയിട്ടുള്ള സ്ട്രക്ചറൽ വേരിയേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ സൃഷ്ടികൾ എന്ന് പറയുമ്പോൾ സ്ട്രക്ചറൽ വേരിയേഷൻ. ഇനിയോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫങ്ഷൻ നടക്കുന്നു, ഫങ്ഷണൽ വേരിയേഷൻ. അപ്പൊ ഫങ്ഷന് നിദാനമായിട്ടുള്ള വേറെ ഒരു പ്രവർത്തന ശൈലിയുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഈ സ്ട്രക്ചറൽ ഡിഫറൻസ് മാത്രമല്ല ഒന്നായിട്ടുള്ളത്, അതിന് വീര്യങ്ങളായിട്ട് ബ്രഹ്മാവിന്റെ 2 വീര്യങ്ങൾ പറഞ്ഞില്ലേ? ബ്രഹ്മാവിന് 2 വീര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? പുരിജിത് കുന്തിഭോജ എന്നുവെച്ചാൽ ആകർഷണവും വികർഷണവും. ഈ ആകർഷണവും വികർഷണവും തന്നെ പിന്നെ എന്താണ്? അതിനകത്ത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ആയുർവേദ ചികിത്സയിൽ ത്രിദോഷങ്ങൾ എന്ന് പറയില്ലേ? അതുപോലെ ഇവിടെ അത് നമുക്ക് വേറെ 3 വിധത്തിലുള്ള ആ വീര്യങ്ങൾ എങ്ങനെയൊക്കെ വരുന്നു, ശക്തികൾ എങ്ങനെയൊക്കെയാണ് അത് ഡിവിഷൻ ചെയ്ത് ആ സത്വ രജ തമോ ഗുണങ്ങൾ ആയിട്ട് വരുന്നത്. അതും കൂടിയൊക്കെ വരുമ്പോഴാണ് ഇവിടെ വെറൈറ്റി ഇങ്ങനെ ഫങ്ഷൻ
ഫങ്ഷണൽ വേരിയേഷൻസിലേക്ക് വരുന്നത്. അപ്പോൾ എന്താണ് അടുത്ത ശ്ലോകം പറയുന്നത്? യുഥാമന്യുശ്ച വിക്രാന്ത ഉത്തമോജശ്ച വീര്യവാൻ. യുഥാമന്യുശ്ച വിക്രാന്ത ഉത്തമോജശ്ച വീര്യവാൻ സൗഭദ്രൗ ദ്രൗപദേയാശ്ച സർവയേവ മഹാരഥ എന്നാണ് പറഞ്ഞത്. യുഥാമന്യുശ്ച വിക്രാന്ത ഉത്തമോജശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവയേവ മഹാരഥ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ കാണുന്ന ഈ സൃഷ്ടിയുടെ വൈവിധ്യങ്ങളില് സ്ട്രക്ചറലായിട്ട് കാണുന്ന ഇത് മാത്രമല്ല, അതിനകത്ത് നമ്മൾ ഒരു ത്രിഗുണങ്ങളും കാണുന്നുണ്ട്. ഇതുമൊക്കെ അതിനകത്ത് ചേർന്നിട്ടുണ്ട്. ഏതിനകത്ത്? ഈ ത്രിമൂർത്തികൾ ചേർന്ന് ഒന്നായിട്ടുള്ള പരമാത്മാവാണെന്ന് പറഞ്ഞതിന്റെ കുറച്ചുകൂടി ബാക്കി പറയാനുള്ളത് കൂടി പറയുകയാണ്. ഇതെല്ലാം ഈ മഹാരഥ ആയിട്ട് മാറിയിരിക്കുന്നത് മാത്രമാണ്. മഹാരഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അനുഭവിക്കുന്ന വ്യക്തിയാണ്. ഈ വ്യക്തിയാണ് ഇതെല്ലാം ഇതിന്റെ ഈ സൃഷ്ടികളുടെ ഇടയിലൂടെ ഈ പ്രപഞ്ച സൃഷ്ടിയിലൂടെ സഞ്ചരിച്ച് ജീവിതാനുഭവം ഉണ്ടാക്കുന്ന ആ മഹാരഥം വ്യക്തി രൂപത്തിൽ നമ്മൾ ഈ ഏകൻ ആ ബ്രഹ്മം പിരിഞ്ഞ് അനന്തമായിട്ട് പിരിഞ്ഞ് അതിൽ ഒരു അനുഭവ പ്രപഞ്ചവും ഈ അനുഭവിയാകുന്ന ഈ വ്യക്തി. അതുകൊണ്ടാണ് അനുഭവി ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് പ്രപഞ്ചം സഞ്ചരിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ടോ? സൂര്യൻ കറങ്ങുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഭൂമി കറങ്ങണോ, ഭൂമി സ്ഥിരമായിട്ട് നിൽക്കുന്നു, സൂര്യൻ കറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നതെന്നേ ഉള്ളൂ. അതേപോലെ പ്രപഞ്ചം കറങ്ങുന്നു എന്ന്, പ്രപഞ്ചം നമുക്ക് ചുറ്റുമായിട്ട് ചലിക്കുന്നു, കറങ്ങുന്നു എന്നല്ല, പ്രപഞ്ചം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രവർത്തനങ്ങൾ നടക്കുന്നു. പ്രവർത്തനം എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ ഉള്ളിൽ. അതുകൊണ്ട് പ്രപഞ്ചം പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ കീഴടക്കാൻ ചെല്ലുമ്പോൾ കീഴടങ്ങാതെ അത് വീണ്ടും 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 അത് പ്രശ്നകാരനായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? നമ്മളുടെ ശ്രമം മുഴുവൻ നടക്കുന്നത് പുറത്തേക്കാണ്. പുറത്തല്ല, വാസ്തവത്തിൽ ഇതെല്ലാം നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് കാണിക്കണം. അവിടെയാണ് ഈ ത്രിഗുണം എന്താണ്, ഏതൊക്കെയാണ്? സത്വ രജ തമോ ഗുണങ്ങൾ. യുധാമന്യു, ഈ സമരത്തിൽ യുദ്ധത്തിൽ യുധാമന്യു, അതിനോട് വിരസത എന്ന് വെച്ചാൽ ഇനർട്ടായിട്ടിരിക്കുന്ന ഒരു സ്വഭാവം. യുധാമന്യു തമസ് തമോ ഗുണം എന്ന് പറയും. തമോ ഗുണം, ഇതാണ് യുധാമന്യു. വിക്രാന്ത, എന്നാൽ അതിന്റെ നേരെ എതിര് എന്താണ്? വിക്രാന്തനാണ്, എല്ലാത്തിലും ചാടിക്കയറി ഭയങ്കര വർക്കോളിക് എന്ന് പറയുന്ന പോലെ പ്രവർത്തനത്തിന്റെ അങ്ങേയറ്റ ആസക്തി. മനസ്സിലാണ്ടോ? അതാണ് രജോ ഗുണം. വിക്രാന്ത ഗുണം കാണിക്കുകയാണ് രജോ ഗുണം. എന്താണ്? ആദ്യം എന്താണ്? യുധാമന്യു, ഈ സമരത്തോട്, ഈ പ്രവർത്തനങ്ങളോട് ഒരു മടുപ്പ്. അതിനാണ് എല്ലാത്തിനോടും മടുപ്പ്. ഒന്നിനോടും ഒരു നിഷ്ക്രിയത്വം, ജഡത്വം അങ്ങോട്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ശ്രദ്ധയില്ലാതെ ചെയ്തത് ഗുണത്തിനു പകരം ദോഷം വരുത്തും, എതിരാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലാണ്ടോ? അതിനകത്ത് യാതൊരു വിധത്തിലും അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് യുധാമന്യു എന്ന് പറഞ്ഞാൽ അത് തമോ ഗുണമാണ് സംഭവിക്കുന്നത്. വിക്രാന്തൻ എന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ടുള്ള ആസക്തിയോടുകൂടിയുള്ള പ്രവർത്തനം. ഇത് രണ്ടും അത് നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധത വരുന്നില്ല. ഇവിടെ
സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഫ്രിക്ഷൻ ഇല്ലാതെ വിജയത്തിലേക്ക് എത്തിക്കുള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെയും സമഞ്ജസമായിട്ട് സമ്മേളിപ്പിച്ചു പോകുന്നതാണ് സത്വഗുണം എന്ന് പറയുന്നത്. അതാണ് ഈ ഓജസ്സുകൾ. ഏതാണ്? തമസ് കൊണ്ട് എന്താ വെച്ചാൽ തമോ ഗുണം രജോ ഗുണവിന്റെ മധ്യത്ത് നിന്ന് അതിനെ രണ്ടിനെയും കൺട്രോൾ ചെയ്യുന്ന വിധത്തിൽ വരുന്ന ആ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഓജസ് എന്ന് പറയുന്നതാണ് സത്വം. ആ സത്വം എന്ന് പറയുന്നത് സത്തിനെ അറിഞ്ഞുകൊണ്ട് നീ സത്വം നീ സത്താണ്, നീയാണ് ഇതിന്റെ എല്ലാത്തിൻ്റെയും കാര്യം. അതുകൊണ്ട് ഭയപ്പെടാനോ പിന്നെന്താണ് നമുക്ക് അതിനെ കൂടുതലായിട്ട് അതിനോട് ആസക്തി ഉണ്ടാകേണ്ട കാര്യമില്ല. എല്ലാം നീ തന്നെ, നിന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നുമില്ല എന്ന് കാണുമ്പോൾ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നുവോ കോട്ടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭയമില്ലാതെ എന്റെ സൃഷ്ടി ഏറ്റവും ഗംഭീരമാക്കണം എന്ന് പറഞ്ഞ് പ്രപഞ്ചത്തില് കൃത്യമായിട്ട് നമ്മളുടെ ഞാൻ എഴുതുന്ന കഥ അത് എത്ര സുന്ദരമാക്കണം. വില്ലനെയും സുന്ദരനാക്കും, നായകനെയും സുന്ദരനാക്കും. എന്താണ് അത്? വില്ലനും നായകനും എന്റെ തന്നെ സൃഷ്ടിയാണെന്ന് അറിഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് കഷ്ടപ്പാട് വരുമ്പോ കിടന്ന് കരയേണ്ട കാര്യമില്ല. ഞാനാണ് ആ കഷ്ടപ്പാട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. എന്താ വെച്ചാൽ അതിന് നമ്മളുടെ നാടകത്തിന് കൊഴുപ്പുണ്ടാകണമെങ്കിൽ അത് വേണം. ഞാനാണ് പലർക്കും ലോട്ടറി അടിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തന്നെ ലോട്ടറി അടിപ്പിക്കുന്നതും ഞാൻ. ഈ ലോട്ടറി അടിച്ച എന്നെ കള്ളനെ കൊണ്ട് എൻ്റെ അടുക്കുന്നത് മോഷ്ടിപ്പിച്ചുകൊണ്ട് പോകുന്നതും ഞാൻ തന്നെ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഏത് ദുഃഖത്തിലും ഏത് സുഖത്തിലും ആസ്വദിക്കാൻ പറ്റും. അങ്ങനെയുള്ള അതിൻ്റെയും ആ ഏകത്വത്തിലേക്ക് വരുന്നതാണ് ഈ ശ്ലോകം. ഇന്ന് അത് ആ ശ്ലോകമൊക്കെ ഒന്നുകൂടി മനസ്സിൽ സ്ഥാപിച്ചുകൊണ്ട് ഇന്നിവിടെ നിർത്താം എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.